കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല കേട്ടോ. അപ്പോൾ ഒരു വെണ്ടക്ക മെഴുക്കുവരട്ടിയാണ്. അതായത് ഞാൻ ഈ വെണ്ടക്ക മെഴുക്കുവരട്ടി ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന വേറെ രീതിയിലല്ല. വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും ഉണക്കമുളക് ചതച്ച് ചേർത്തിട്ടുള്ളൊരു വെണ്ടക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കുറച്ച് വെണ്ടക്ക എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സവോളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായപ്പോഴത്തേനും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും കടുക് ചേർത്ത് കൊടുത്തു. ഇനി ചേർക്കാൻ പോകുന്നത് 2 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ വെണ്ടക്കയും സവോളയും അരിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒരു വഴുവഴുപ്പുള്ളതല്ലേ, അപ്പോൾ ഉപ്പ് ആദ്യം ചേർക്കേണ്ട. ഉപ്പ് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ വഴുവഴുപ്പായി പോകും. അപ്പോൾ ഞാൻ ഉപ്പ് ആദ്യം ചേർക്കുന്നില്ല, വെള്ളവും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം. നല്ലോണം ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് ആ എണ്ണ എല്ലാ വശത്തേക്കും വന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഞാൻ സാധാരണ വെണ്ടക്ക മെഴുക്കോട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ. ഇത് പക്ഷേ അങ്ങനെയുള്ള വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇടിച്ച മുളക് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. എങ്ങനെ അതിൻ്റെ രുചിയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്ന രുചി എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക ഒരുവിധം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പൊടിയുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആവി തന്നെ ഒന്ന് വഴന്ന് വരുന്ന കേട്ടോ ടേസ്റ്റ്. വെള്ളം വെണ്ടയ്ക്കൊക്കെ അങ്ങനെ ചേർക്കാറേ ഇല്ല. അങ്ങനെ ഉപ്പ് ചേർത്തോട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. അപ്പം എരിവ് അധികം ഇല്ലാത്ത മുളകാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എന്താ പറയുക, ക്രഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പൊടിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. നല്ലോണം ഇളക്കി ആ മുളകിൻ്റെ ഇത് എല്ലായിടത്തോട്ടും അങ്ങ് ചെല്ലട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് കുറച്ച് പെരിഞ്ചീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ തക്കാളി മെഴുക്കോട്ടി പോലെ ഞാൻ കുറച്ച് പെരിഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടക്ക മെഴുക്കോട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുളക് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് വല്ലതും ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലൊന്ന് ഇറങ്ങും, കാര്യം മുളകിൻ്റെയൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.